ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. വളരെ പഴക്കം ചെന്ന ഒരു മലയാള ഗാനമാണത്. അതായത് ഈശ്വരൻ എന്താണെന്നും ഏതാണെന്നും മനുഷ്യന് ഓൾറെഡി നിർവചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തിരഞ്ഞു പോകാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഗാനത്തിൻ്റെ തന്നെ ഒടുവിൽ പറയുന്നുണ്ട്, ഒടുവിൽ ഞാൻ ഈശ്വരനെ കണ്ടെത്തി, അതെൻ്റെ ഹൃദയത്തിലാണെന്നും ആ ഹൃദയത്തിലാണ് വാസമെന്നും ഈശ്വരൻ്റെ രൂപം സ്നേഹമാണെന്നും എല്ലാം പറയുന്നുണ്ട്. എന്തിനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണണമെന്നുള്ള ആ ഒരു ആശയമെല്ലാം തന്നെ ഇപ്പോഴും നമ്മുടെക്കിടയിൽ തന്നെ ഉണ്ട്. സാഹിത്യങ്ങളിലൂടെയും അതേപോലെ തന്നെ വാചകങ്ങളിലൂടെയും എല്ലാം പല മഹാന്മാരും ഈശ്വരനെ നിർവചിച്ചിട്ടുണ്ട്. എന്താണ്, ഏതാണ്, ആരാണ് ഈശ്വരൻ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ ഒരു കാര്യത്തിൽ ശരിയായ ഒരു ഉത്തരം പലപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവില്ലാത്ത ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈശ്വരനെ മനുഷ്യൻ കാണുന്നത്. അപ്പോൾ അത് പല രൂപത്തിലും പല ഭാവത്തിലും എല്ലാം നമ്മൾ ഈശ്വരനെ, പല വിളിപ്പേരുകളിലും എല്ലാം ഈശ്വരനെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ഈ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളിലേക്കും മറ്റ് ആദർശങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ ഒരു ഭാവം എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈശ്വരനെ തേടി നടന്നാൽ ഈശ്വരനെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടു കിട്ടുമോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈശ്വരൻ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത് ഇതാണ്. മായാവി, ബാലരമയിൽ നമ്മൾ വായിച്ചിട്ടുള്ള മായാവി എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൽ നമ്മൾ ആകർഷനായി അല്ലെങ്കിൽ ആകർഷയായി ആ ഒരു കഥാപാത്രത്തെ കാണണം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ആ കഥാപാത്രം എവിടെയാണ്, അല്ലെങ്കിൽ ആ മായാവി എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടുന്നത് രാജുവിൻ്റെയും രാധയുടെയും അടുത്താണ്. ഈ രാജുവും രാധ എവിടെയാണ് താമസിക്കുന്നത്? ഇതൊരു കാട്ടിലാണ്. അവർ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് വിളിച്ചാലേ മായാവി വരുത്തുള്ളൂ. അപ്പോൾ അവരെ തപ്പണം എന്ന് കരുതി കാടായ കാടുകളിൽ പോയി രാജുവിനെയും രാധയെ തപ്പിയാൽ രാജുവിനെയും രാധയും കിട്ടുമോ? മായാവി കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ബാലരമയിൽ ഒരു സാഹിത്യകാരൻ എഴുതിയ കഥയാണ്. അതേപോലെ തന്നെയാണ് ഈശ്വരൻ. പല രൂപത്തിലും പല കഥകളിലൂടെ എല്ലാം നമ്മൾ ഈശ്വരനെ അറിയുന്നു. അപ്പോൾ അതിനെ തിരഞ്ഞിറങ്ങിയാൽ ഒരിക്കലും കിട്ടത്തില്ല. കാരണം അത് ചില പ്രതീകങ്ങളായിട്ട് മാത്രമാണ് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രതീകങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്ന ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈശ്വരനെ പറ്റി അറിഞ്ഞിട്ടുള്ള ഓരോ ആശയങ്ങളിലേക്കും നമ്മൾ സൂക്ഷ്മമായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ഊർജത്തിൻ്റെയും ആശയങ്ങളിലേക്കാണ്. കാരണം നമുക്കറിയാം, ഏതൊരു ഊർജമാണ് പ്രവൃത്തിയുടെ ആധാരം എന്ന് നമുക്കറിയാം. ഊർജത്തിൻ്റെ ഉറവിട സ്ഥാനം അല്ലെങ്കിൽ ഉത്ഭവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സൂര്യനെന്ന്. സൂര്യൻ എന്നില്ലാതാവുന്നു, അതോടുകൂടി ഭൂമിയിൽ ജീവൻ്റെ തുടിപ്പുകൾ ഇല്ലാതാവുകയാണ്. ഭക്ഷ്യശൃംഖലയുടെ തുടക്കം പ്രകാശ സംശ്ലേഷണമാണ്. ഭൂമിയുടെ അടുക്കളയെന്ന് നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്ന ആ ഒരു പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. അവിടുന്ന് തുടങ്ങി ഭക്ഷ്യശൃംഖല ഒടുവിലെത്തുന്നത് വിഘടനത്തിലേക്കാണെങ്കിൽ ആ വിഘടനം വരെയും സൂര്യൻ്റെ ഊർജം കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ജീവശാസ്ത്രത്തിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സൂര്യൻ എന്നില്ലാതാകുന്നു, അതോടുകൂടി ഭൂമിയിൽ ജീവൻ്റെ തുടിപ്പുകൾ ഇല്ലാതാകുകയാണ്. അപ്പോൾ ഊർജം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് പ്രവൃത്തിയുടെ ആധാരമെങ്കിൽ ഓരോ ഊർജത്തിൻ്റെയും ആധാരം എന്തെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ഒടുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരു അണുവിൽ അല്ലെങ്കിൽ ആറ്റത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിലായിരിക്കും. പ്രകാശ ഊർജത്തിന് സ്രോതസ്സുകൾ രണ്ട് വിധമാണ്. ഒന്ന് പ്രകൃതിദത്തമായ സ്രോതസ്സ്, ഒന്ന് മനുഷ്യനിർമ്മിതമായ സ്രോതസ്സ്. അപ്പോൾ ഇവിടെ പ്രകൃതിദത്തമായ സ്രോതസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സൂര്യൻ എന്ന് പറയുന്ന സ്രോതസ്സ് പ്രകാശോർജവും അതേപോലെ തന്നെ താപോർജവും നൽകുന്നത് സംയോജനത്തിലൂടെയാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലേക്കുമാണ്. മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ടോർച്ച് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഡയോഡുകൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ നോക്കുമ്പോൾ
അവിടെയും ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരമാണ്, വൈദ്യുതിയാണ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ആറ്റത്തിൻ്റെ ഒരു നിലയിൽ നിന്ന് അടുത്ത ഒരു ഊർജ്ജ നിലയിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് താപോർജ്ജം ഉണ്ടാകുന്നത്. ഒരു ദ്രവ്യത്തിലെ ആറ്റത്തിൻ്റെ ക്രമീകരണമാണ് അതിനെ കാന്തമാക്കുന്നതും കാന്തശക്തി ഇല്ലാതാക്കുന്നതും. അപ്പം കാന്തിക ഊർജം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. രാസ ഊർജം, കെമിക്കൽ എനർജി, ഇവിടെ രണ്ട് ആറ്റം തമ്മിൽ സംയോജിക്കുമ്പോഴോ അല്ലെങ്കിൽ വിഘടിക്കുമ്പോഴോ എല്ലാം ഉണ്ടാകുന്ന ഊർജ്ജമാണ് രാസോർജം. അവിടെയും നമ്മൾ എത്തി നിൽക്കുന്നത് ആറ്റത്തിലാണ്. ആറ്റത്തെ ഈ ഇലക്ട്രോൺസിനെ എവിടെയൊക്കെ കാണാൻ പറ്റും? ഈ പ്രപഞ്ചത്തിൽ എവിടെയും കാണാൻ പറ്റും. ആറ്റവും ഇലക്ട്രോൺസും നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് സർവ്വവ്യാപിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഊർജം എവിടെയൊക്കെ കാണാൻ പറ്റും? ഊർജം പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. നശ്വരമായ അവസ്ഥയിൽ നിന്നും അനശ്വരമായ അവസ്ഥയിലേക്കും, നിശ്ചലമായ അവസ്ഥയിൽ നിന്നും ചഞ്ചലമായ അല്ലെങ്കിൽ ചലനാവസ്ഥയിലേക്കും ഈ ഭൂമിയെ കൊണ്ടുപോകുന്നത് ഊർജമാണ്, പ്രവൃത്തിയുടെ ആധാരമായ ഊർജം. ആ പ്രവൃത്തിയുടെ പ്രതിഫലനങ്ങളാണ് നമ്മളെ സന്തോഷത്തിലേക്കും സങ്കടത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ നല്ല ഊർജത്തെ ആധാരമാക്കി നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ, ആത്മസുഖത്തിനായിട്ട് നാം പ്രവർത്തിക്കുന്ന ആചരിക്കുന്ന കാര്യങ്ങൾ അപരനും ആത്മസുഖത്തിന് കാരണമാകണം എന്ന ഒരു ആദർശത്തെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹത്തെ ആധാരമാക്കി നമുക്ക് പ്രവർത്തിക്കാം, ചിന്തിക്കാം. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തീർച്ചയായും ഒരു ചർച്ച ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സംസാരിക്കാം.